ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഷമിൻ സയൻസ് ക്ലാസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രി +2 കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റ് ആണ്. എൻ്റെ പേര് ഷമിൻ എന്നാണ്. ഞാൻ കണ്ണൂർ വിജയസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറാണ്. അതേപോലെ തന്നെ അക്കാഡമി എന്ന എഡ്യൂക്കേഷണൽ ആപ്പിലെ ഒരു എഡ്യൂക്കേറ്ററും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സോ വരികയാണെങ്കിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി ഗ്രൂപ്പിലേക്ക് വന്ന് ജോയിൻ ചെയ്യാം. ഇനി ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ ടെലിഗ്രാമിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടൊരു സെർച്ച് ബട്ടൺ കാണാം. അതിൽ കയറി സയൻസ് ട്യൂഷൻ എന്ന് സെർച്ച് ചെയ്യുക. അതുവഴി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. സംശയങ്ങളും ക്വയറീസും നിങ്ങൾക്ക് വാട്സാപ്പിലും ചോദിക്കാം. വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് പിന്നെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്റർ നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് +2 കെമിസ്ട്രി. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ, സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്, സോളിഡ്സിൻ്റെ സ്ട്രക്ചറലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോളിഡ്സിന് ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്, ലിക്വിഡ്സിന് ഷേപ്പ് ഇല്ല. ലിക്വിഡ്സ് ഓക്യുപ്പൈസ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ സോളിഡ്സും ഫ്ലൂയിഡ്സും എന്ന് പറഞ്ഞാണ് രണ്ട് കാറ്റഗറൈസ് ആയിട്ട് നമ്മൾ ബ്രോഡ്ലി നമ്മൾ പഠിക്കുന്ന മാറ്ററിനെ സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഫ്ലൂയിഡ്സിൽ ലിക്വിഡുകൾ വരും, അതേപോലെ തന്നെ ഗ്യാസസും വരും. അപ്പോൾ ഇവിടെ ഗ്യാസസിൽ മോളിക്യൂൾ വളരെ ലൈറ്റായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ലിക്വിഡ്സിൽ ആണെങ്കിൽ കുറച്ചുകൂടി ഡിസ്റ്റൻസ് അടുത്താണെങ്കിലും ഗ്യാസസിൻ്റെ അത്ര ഫ്രീലി മൂവബിൾ അല്ല. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ലിക്വിഡ്സിന് ഫ്ലോ പ്രോപ്പർട്ടി ഉണ്ട്, വിസ്കോസിറ്റി ഉണ്ട്, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ലിക്വിഡ്സിൻ്റെ കേസിൽ ലിക്വിഡ്സിനെ നമ്മൾ ഇൻകംപ്രസിബിൾ എന്നാണ് പറയുക. ഓക്കെ, അതേപോലെ തന്നെ ഗ്യാസസിൻ്റെ കേസിൽ ഗ്യാസിനെ നമ്മൾ കംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡുകൾ എന്നാണ് പറയാം. ഓക്കെ, സോ എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അതായത് സാന്ദ്രത അഥവാ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം. ഓക്കെ, അതായത് ഇപ്പോൾ d(ρ/dt) ഇത് 0 ആണെങ്കിൽ നമ്മൾ ആ ഫ്ലൂയിഡിനെ ഇൻകംപ്രസിബിൾ എന്ന് പറയും. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൻസിറ്റി എന്താണ് = 0 ആണെങ്കിൽ നമ്മളതിനെ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സ് എന്ന് പറയും. ഡെൻസിറ്റി ചേഞ്ച് ഇല്ല, ഡെൻസിറ്റി മാറൂല, ρ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെ ഇൻകംപ്രസിബിൾ എന്ന് പറയും. സ്വാഭാവികമായിട്ടും സോളിഡ്സും ഈ പറഞ്ഞ പോലെ ഇൻകംപ്രസിബിൾ തന്നെയാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് അറിയാം, ഗ്യാസിനെ നമ്മൾ കംപ്രസിബിൾ ഫ്ലൂയിഡ്സ് തന്നെയാണ് പറയുക. ഗ്യാസസിൽ ഡെൻസിറ്റി വ്യതിയാനം വരുന്നുണ്ട്, ലിക്വിഡ്സിൽ ഡെൻസിറ്റി വ്യതിയാനം വളരെ വളരെ നെഗ്ലിജിബിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്, സോളിഡ്സിൻ്റെ മോളിക്യൂൾസ് അനുസരിച്ചുള്ള സ്ട്രക്ചറലായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഈ അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് പ്രോപ്പർട്ടികളിൽ സോളിഡ്സിൻ്റെ വ്യത്യാസം വരുന്നത്, അതേപോലെ ചില ഇംപ്യൂരിറ്റീസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ്സിൽ വരുന്ന ഡിഫക്റ്റുകൾ എന്തൊക്കെയാണ്, ഇംപെർഫെക്ഷൻസ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ദ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സോളിഡ്സിൻ്റെ കേസിൽ മറ്റ് ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും, അതായത് ഫ്ലൂയിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സോളിഡ്സിൻ്റെ കേസിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സോളിഡ്സിൽ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് അല്ലേ. സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് മാത്രമാണോ? അല്ല, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മാസ് ഉണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വോളിയം ഉണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് ഈ കോൺസ്റ്റൻറ്റ് മാസ് അല്ലെ കോൺസ്റ്റൻറ്റ് വോളിയം വരുന്നത്? സ്വാഭാവികമായിട്ടും അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അതിൽ വളരെയധികം ചെറിയ ഇൻ്റർ മോളിക്യുലാർ ഫോഴ്സ് ആണുള്ളത്. ഓക്കെ, വളരെ ചെറിയ ഇൻ്റർ മോളിക്യുലാർ ഡിസ്റ്റൻസ് ആണുള്ളത്. അതായത് ഒരു മോളിക്യൂളിൽ നിന്ന് മറ്റൊരു മോളിക്യൂളിലേക്ക് വളരെ ചെറിയ ഇൻ്റർ മോളിക്യുലാർ ഡിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ടാണ് സോളിഡ്സ് ക്ലോസ്ലി പാക്ക്ഡായി നിൽക്കുന്നത്. വളരെ ചെറിയ ഇൻ്റർ മോളിക്യുലാർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർ മോളിക്യുലാർ മോളിക്യൂൾസ് വളരെ അടുത്ത് കിടക്കുമ്പോൾ കൂടുതൽ ഇൻ്റർ മോളിക്യുലാർ ഫോഴ്സ് വരും. ഓക്കെ, അപ്പോൾ സോളിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ്, മാസ്, വോളിയം ഇതൊക്കെ വരുന്നതിൻ്റെ കാരണം തന്നെ വളരെ ചെറിയ ഡിസ്റ്റൻസേ മോളിക്യൂളുകൾ തമ്മിലുള്ളൂ. അതേപോലെ തന്നെ വളരെ ചെറിയ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മോളിക്യൂൾ തമ്മിലുള്ള ഇൻ്റർ മോളിക്യുലർ ഫോഴ്സ് സോളിഡ്സിൽ ഉണ്ട്.
ഓക്കെ, അതേപോലെ തന്നെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ സോളിഡിൻ്റെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ്, അതായത് ഒരു സോളിഡിലുള്ള ആറ്റം ആയാലും ശരി, മോളിക്യൂൾസ് ആയാലും ശരി, അതിലുള്ള അയോണുകളായാലും ശരി, ഇവ ഒരു മീൻ പൊസിഷനിൽ ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ഒരു ആക്സിസിലാണ് നമ്മുടെ ഒരു മോളിക്യൂൾ അല്ലെ ഒരു ആറ്റം ഉള്ളതെന്ന് വിചാരിച്ചോളൂ. ഈ ആറ്റം ഈ ഒരു ആക്സിസിൽ, ഈ ഒരു മീൻ പൊസിഷനിൽ, എബൌട്ട് ദിസ് മീൻ പൊസിഷൻ നമ്മുടെ ആറ്റം ഓസിലേറ്റ് ചെയ്യും. അതിലപ്പുറത്തേക്ക് വേറെ ഇടത്തേക്ക് ഇത് പോവില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു മീൻ പൊസിഷനിൽ ഇങ്ങനെ ആറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ആ മീൻ പൊസിഷനിൽ നിന്ന് മാറാതെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഓസിലേറ്റ് ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് എപ്പോഴാണെന്നറിയോ? വെലോസിറ്റി ഓഫ് സൗണ്ട് ഒക്കെ പഠിക്കുമ്പോഴാണ്. സൗണ്ട് എന്ന് പറയുന്നത്, ശബ്ദം എന്ന് പറയുന്നത് ഒരു തരംഗമാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ തരംഗത്തിന് സഞ്ചരിക്കാൻ എപ്പോഴും ഒരു മീഡിയം അഥവാ മാധ്യമം വേണം. ശബ്ദം എന്ന തരംഗം ഒരു വസ്തുവിൽ തട്ടുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ ആ വസ്തുവിലേക്ക് പാസ് ചെയ്യും. ആ വസ്തു അതനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ മറ്റ് വസ്തുവിലേക്ക്, അതിൻ്റെ അടുത്തുള്ള വസ്തുവിലേക്ക് പാസ് ചെയ്യും. ഇങ്ങനെ വൈബ്രേഷൻസ് പാസ് ചെയ്തിട്ടാണ് സൗണ്ട് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോളിഡ്സിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസ് എല്ലാം ഷോർട്ട് ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസിലാണുള്ളത്, സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ആണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോളിഡ്സിലാണ് ഈ വൈബ്രേഷൻ വളരെ പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സൗണ്ടിൻ്റെ വേഗത സ്റ്റീലിലായിരിക്കും വെള്ളത്തിനേക്കാളും കൂടുതൽ. എന്തുകൊണ്ടാണ്? ശബ്ദം ഒരു തരംഗമാണ്. തരംഗത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണം, മീഡിയം വേണം. കൂടുതൽ മീഡിയം ഉണ്ടാകുമ്പോൾ കൂടുതൽ സ്പീഡിൽ സൗണ്ട് സഞ്ചരിക്കുന്നു. മനസ്സിലായില്ല? അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സ്റ്റീലിലുള്ള മോളിക്യൂൾസ് അബൌട്ട് ഇറ്റ്സ് മെയിൻ പൊസിഷൻ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വൈബ്രേഷനാണ് ഈ വേവിനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ. അപ്പോൾ ഇൻകംപ്രസിബിൾ എന്താണ്? ഇൻകംപ്രസിബിൾ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഡെൻസിറ്റി കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി ഇല്ല എന്നല്ല, സോളിഡ്സിൻ്റെ ഡെൻസിറ്റി കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റിയാണ്. ആൻഡ് അതേപോലെ തന്നെ സോളിഡ്സ് ആർ റിജിഡ്. എന്താണ് റിജിഡ്? ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു എൻ്റെ സോളിഡിലേക്ക്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ, എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് കൊടുത്തിട്ട്, അതായത് ഹാമർ വെച്ചൊരു സോളിഡിനെ അടിക്കുമ്പോൾ കഴിയുന്നത്ര സോളിഡ് അതിൻ്റെ ഷേപ്പിൽ തന്നെ തുടരാൻ വേണ്ടി ശ്രമിക്കും, അല്ലേ? അതായത് ചേഞ്ച് ഇൻ ഷേപ്പ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു പെർമിസിബിൾ ലിമിറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ സോളിഡിൽ ഷേപ്പ് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ നോ ചേഞ്ച് ഇൻ ഷേപ്പ് വെൻ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് അപ്ലൈഡ്. ഇതിനെയാണ് നമ്മൾ റിജിഡിറ്റി എന്ന് പറയുക. അപ്പോൾ സോളിഡ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻകംപ്രസിബിൾ ആണ്, അതേപോലെ തന്നെ റിജിഡുമാണ് നമ്മുടെ സോളിഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി സോളിഡ്സിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലേ? ഈ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ സോളിഡ്സിനെ രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓർഡർലി, നല്ല വൃത്തിക്ക് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാം. അത്തരത്തിലുള്ള സോളിഡ്സിനെ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, വലിയ ഓർഡറിലൊന്നുമല്ല, കാര്യമായിട്ട് വൃത്തിക്കൊന്നുമല്ല, ഡിസോർഡറിലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 സെക്ഷനിൽ ഓർഡറിലായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓർഡറും ഇല്ലാതെ അറേഞ്ച് ചെയ്ത് അത്തരത്തിലുള്ള സോളിഡ്സിനെയാണ് നമ്മൾ amorphous solids എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓർത്ത് വെക്കുക, based on the constituent particle arrangement, whatever be the particle in the solid, സോളിഡിലുള്ള പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെൻ്റ് അനുസരിച്ച്, കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെൻ്റ് അനുസരിച്ച് സോളിഡ്സിനെ രണ്ട് തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്, രണ്ടാമത്തത് അമോർഫസ് സോളിഡ്സ് ആണ്. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ വളരെ ലാർജ് നമ്പർ ഓഫ് ക്രിസ്റ്റൽസ്, അതായത് ഒരു ഡെഫിനിറ്റ് ജോമെട്രിക് ഷേപ്പുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതൊരു സെറ്റ് ഓഫ് മോളിക്യൂൾ അറേഞ്ച്മെൻ്റ് ആണ് 1. ഇതൊരു സെറ്റ് ഓഫ് മോളിക്യൂൾ അറേഞ്ച്മെൻ്റ് ആണ് 2, 3, 4, 5, 6, 7, 8. ആ മോളിക്യൂളിൻ്റെ ത്രൂ ഔട്ട് നമ്മൾ നോക്കിയാലും, ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കൂ, ആ ത്രൂ ഔട്ട് ആ മോളിക്യൂളിൽ നോക്കൂ നിങ്ങൾ, ഒരേ സ്റ്റൈലിലാണ് പോണത്, അല്ലേ? ഒരേ സ്റ്റൈലിൽ ഒരേ പാറ്റേണിലാണ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെഫിനിറ്റ് ജോമെട്രിക് ഷേപ്പ് ഉള്ളതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുക. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഉദാഹരണം സോഡിയം ക്ലോറൈഡ് ഉണ്ട്, അതേപോലെ തന്നെ ക്വാർട്സ് ക്രിസ്റ്റൽ, അല്ലേ? ക്വാർട്സ് ക്രിസ്റ്റൽ ഉണ്ട്. ഇതൊക്കെ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഉദാഹരണമാണ്. ഓക്കെ, അറേഞ്ച്മെൻറ്റ് ഒന്നാമത്തെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇവിടെ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്, നല്ലൊരു ഓർഡറിൽ, അല്ലേ? അതേപോലെ നോക്കൂ, രണ്ടാമത്തെ പോയിന്റ് ഇവിടെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ജോമെട്രിയാണ് വരുന്നത്.
ശ്രദ്ധിച്ചോളൂ, നോക്കൂ, ഇതേ ജോമെട്രി തന്നെയാണ് 1ലും 2ലും 3ലും എവിടെയും റിപ്പീറ്റ് ചെയ്തത്. ആ മോളിക്യൂൾ എവിടെ കട്ട് ചെയ്ത് നോക്കിയാലും നമുക്ക് ഈ ഒരു ജോമെട്രിയാണ് മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് കാണാൻ പറ്റുക. ഓക്കെ, സോ ഇത്തരത്തിലുള്ള സോളിഡുകളെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് പ്രത്യേകിച്ച് ഒരു ഫോമൊന്നുമില്ല, ഒരു പ്രോപ്പറായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഫോമൊന്നുമില്ല, പ്ലാസ്റ്റിക്, ഗ്ലാസ്സൊക്കെ പോലത്തെ വസ്തുക്കൾ. ഓക്കെ, അപ്പോൾ റബ്ബർ പോലത്തെ, ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക്, റബ്ബർ പോലെയുള്ള വസ്തുക്കൾ. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ പാർട്ടിക്കിൾസിന് ചില ഭാഗത്ത് ഓർഡർ ഉണ്ടാവാം, ചില ഭാഗത്ത് ഓർഡർ ഉണ്ടാവില്ല, വളരെ ഡിസോർഡർഡ് ആയിരിക്കും. അപ്പോൾ ഷോർട്ട് റേഞ്ച് ഓഫ് ഓർഡറാണ് അമോർഫസ് സോളിഡ്സിൽ വരുന്നത്. ഒരു ചിത്രം നമുക്കിവിടെ വരച്ച് നോക്കാം. ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കൊരു ട്രയാങ്കുലർ ഷേപ്പാണ് വരുന്നത് അല്ലേ. ഇവിടെ നോക്കൂ, നമുക്കൊരു പെൻറ്റഗണൽ ഷേപ്പാണ് വരുന്നത്. ഇവിടെ നമുക്ക് ട്രയാങ്കുലർ ഷേപ്പ് വന്നു, ഇവിടെ ട്രയാങ്കിൾ വന്നു, ഇവിടെ അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരു ഷേപ്പ് വന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ 1, 2, 3 ഒരു ഡെഫിനിറ്റ് ഓർഡറിലാണ്. പക്ഷേ ഇവിടെ 4, 5 ഓക്കെ 4ഉം അതേ ഓർഡറിലാണ്. പക്ഷേ 5ഉം 6ഉം നോക്കൂ വേറെ ഏതോ ഷേപ്പാണ് അല്ലേ. അതായത് ഒരു ഷോർട്ട് റേഞ്ചിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഷോർട്ട് റേഞ്ചിൽ ഓർഡർ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഡിസോർഡർഡ് ആയിപ്പോവും. അപ്പോൾ റിപ്പീറ്റിംഗ് പാറ്റേൺ ഇവിടെ ഇല്ല. ഈ ക്രിസ്റ്റലൈനിൽ കാണുന്ന പോലെയുള്ള റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ജിയോമെട്രി അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഓൺലി ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ്. അപ്പം അത്തരത്തിലുള്ള സോളിഡുകളെയാണ് നമ്മൾ അമോർഫസ് സോളിഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആയിരിക്കും അവയ്ക്ക് ഉണ്ടാവുക. ഓക്കെ, സോ ക്രിസ്റ്റലൈൻ സോളിഡ് ഓൾവേസ് ഹാസ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻറ്റ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അമോർഫസിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? അമോർഫസിനെ നമ്മൾ ചൂടായി കഴിഞ്ഞാൽ അത് സോഫ്റ്റൻ ചെയ്യും ആദ്യം. റബ്ബറിൻ്റെ കേസ് ആലോചിച്ച് നോക്കൂ, പ്ലാസ്റ്റിക്കിൻ്റെ കേസ് ആലോചിച്ച് നോക്കൂ. നമ്മൾ സോഫ്റ്റനാവും ചൂടായി കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ പിന്നെ അത് മെൽറ്റ് ചെയ്തിട്ട് ഫ്ലോ ചെയ്യും, വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് പോലെ ഫ്ലോ ചെയ്യും, എക്സ്ട്രീംലി വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് പോലെ ഫ്ലോ ചെയ്യും. ഇതുകൊണ്ട് തന്നെ നമുക്ക് റബ്ബറിനെ ആയാലും ശരി, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിനെ ആയാലും ശരി, ഇഷ്ടമുള്ളൊരു മൗൾഡിലേക്ക് ഒഴിച്ച് ആ മൗൾഡിൻ്റെ ഷേപ്പിലേക്ക് വാർത്തെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇത് അമോർഫസിൻ്റെ ഒരു വളരെ വലിയൊരു പ്രത്യേകതയാണ്. സോ amorphous solids get softened while heating and then it melts. അതേപോലെ when it starts melting it becomes an extremely viscous fluid. ഇതിനെ നമുക്കൊരു ഡൈയിലോ ഒരു മോൾഡിലോ ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അമോർഫസിൻ്റെ പ്രത്യേകത. മറ്റൊരു കാര്യമുള്ളത്, അമോർഫസ് സോളിഡ്സ് ചില അവസ്ഥകളിൽ, ചില പർട്ടിക്കുലർ ടെമ്പറേച്ചറുകളിൽ ക്രിസ്റ്റലൈൻ സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട്. ഓക്കെ, അത് ചില പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാത്രമായിരിക്കും അങ്ങനെ വരിക. ഇനി രണ്ടാമത്, ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടോ ഇല്ല, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടോ, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ അമോർഫസ് സോളിഡുകൾ എല്ലാം തന്നെ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ ആയിരിക്കും. എന്താണ് ഐസോട്രോപ്പിക് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഓർത്ത് വെക്കുക, അമോർഫസ് ആയിട്ടുള്ള സോളിഡ്സ് എന്തൊക്കെയാണ്? അമോർഫസ് ആയിട്ടുള്ള സോളിഡ്സ് ആർ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ. ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് എന്താ പറയുക, മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവാം, ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവാം. ഓക്കെ, നമുക്കിവിടെ നോട്ട് ചെയ്യാം. മെക്കാനിക്കലായിട്ടുള്ള സ്ട്രെങ്ത് ആയാലും ശരി, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയാലും ശരി, അതേപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയാലും ശരി, ഇതൊക്കെ ത്രൂ ഔട്ട് ദ മോളിക്യൂൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു 10 കിലോ എന്താ ഞാൻ പറയുന്നത്, 10 കിലോ ഗ്ലാസ് എടുത്ത് ഉരുക്കി കഴിഞ്ഞാൽ ഈ ഉരുക്കി കഴിഞ്ഞ് ഗ്ലാസ് ഒരു മോൾഡിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിയുമ്പോൾ അവസാനം ഇതിന് സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും, സെയിം സ്ട്രെങ്ത് ആയിരിക്കും, സെയിം കണ്ടക്ടിവിറ്റി ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഡിസോർഡർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ദിസ് വിൽ ബി എന്താ ഐഡൻറ്റിക്കൽ. ഇതിനെയാണ് നമ്മൾ ഐസോട്രോപ്പിക് മെറ്റീരിയൽ എന്ന് പറയുക. അപ്പോൾ ഐസോട്രോപ്പിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഐസോട്രോപ്പിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. പ്രോപ്പർട്ടീസിൻ്റെ ഉദാഹരണമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഐഡൻറ്റിക്കൽ സം ഓഫ് ദ പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇതിനെയാണ് നമ്മൾ ഐസോട്രോപ്പിക് എന്ന് പറയുക. അപ്പം ഓൾ അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപ്പിക്. റിമെമ്പർ, ഓൾ അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപ്പിക്. ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഓൾ ഡയറക്ഷൻ ആണ്.
അതായത് സം ഓഫ് ദ പ്രോപ്പർട്ടീസ്, എക്സാമ്പിൾസ് ഓഫ് ദ പ്രോപ്പർട്ടീസ് ആർ മെക്കാനിക്കൽ സ്ട്രെങ്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എക്സെട്ര. ഓക്കെ, സോ ഉദാഹരണത്തിന് അമോർഫസ് ആയിട്ടുള്ള സിലിക്കൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോ വോൾട്ടൈക് സെല്ലിൽ, സോളാർ സെല്ലിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, കൺവേർഷൻ ഓഫ് സൺ ടു ഇലക്ട്രിസിറ്റി. അപ്പോൾ നേരെ മറിച്ച് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താ, അനൈസോട്രോപ്പിക് ആണ്, അനൈസോട്രോപ്പിക് ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും അല്ല എല്ലാ ഡയറക്ഷനിലും. ഓക്കെ, അതേപോലെ തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, അവയ്ക്ക് ഡെഫിനിറ്റ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷനാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സം ഓഫ് ദി ബേസിക് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിപ്പം നോക്കിയ കാര്യങ്ങളൊന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഈ ഡിഫറൻസോടുകൂടി നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, പറഞ്ഞത് ഒന്നും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ആവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് സോളിഡ്സിൻ്റെ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരുന്നു, മോളിക്യൂൾസ് വളരെയധികം പ്രത്യേകതയുള്ള സാധനങ്ങളാണ്. ഒന്നാമത്തത് സോളിഡ് മോളിക്യൂൾസ്. സോളിഡ് മോളിക്യൂൾസിൽ ഇൻ്റർമോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. അതേപോലെ തന്നെ ഇൻ്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് കുറവാണ്, ഫിക്സ്ഡ് ഷേപ്പാണ്, ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് വോളിയം. എബൌട്ട് ദ മെയിൻ പൊസിഷൻ അതിലുള്ള പാർട്ടിക്കിൾസ്, ആറ്റംസ് ആവട്ടെ അയോൺസ് ആവട്ടെ, ഓസിലേറ്റ് ചെയ്യുന്നു. നമ്മൾ സൗണ്ടിൻ്റെ ഉദാഹരണം വെച്ച് നോക്കി. ഓക്കെ, സോളിഡ്സ് ഇൻകംപ്രസിബിൾ ആണ്, അതായത് കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി ആണ്. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ ഷേപ്പ് വരുന്നില്ല വെൻ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഈസ് അപ്ലൈഡ്, റിജിഡ് ആണ്. അതേപോലെ തന്നെ പാർട്ടിക്കിളിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അനുസരിച്ച് നമ്മൾ സോളിഡ്സിനെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ക്രിസ്റ്റലൈൻ്റെ ഉദാഹരണം സോഡിയം ക്ലോറൈഡ്, ക്വാർട്സ് ക്രിസ്റ്റൽസ് ആണ്. അമോർഫസിൻ്റെ ഉദാഹരണം പ്ലാസ്റ്റിക്, റബ്ബറൊക്കെയാണ്. ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് ആയിരിക്കും, ആറ്റംസ് ആയാലും മോളിക്യൂൾ ആയാലും. റെപ്പറ്റേറ്റീവ് ജോമെട്രി ആയിരിക്കും ക്രിസ്റ്റലൈനിൽ. ഓക്കെ, സോ ഓർഡേർഡ് റെപ്പറ്റേറ്റീവ് ജോമെട്രി ആയിരിക്കും അതിനുണ്ടാവുക. ഓക്കെ, വളരെ ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഉണ്ടാവുക. അമോർഫസ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് ഫോം ഒന്നുമില്ല. ചിലപ്പോൾ ഒരു ഷോർട്ട് റേഞ്ചിൽ ഓർഡർ റിപ്പീറ്റ് ചെയ്യും, ഷോർട്ട് ഡിസ്റ്റൻസിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോം ഒന്നും ഇല്ലാതെ അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അതായത് റെപ്പറ്റേറ്റീവ് പാറ്റേൺ ഈസ് ഒബ്സർവ്ഡ് ഓൺലി ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് റേഞ്ച് ഓഫ് ഓർഡർ ആണ്. പിന്നെ ക്രിസ്റ്റലൈനിൽ ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അമോർഫസിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക, ചൂടാക്കുമ്പോൾ സോഫ്റ്റൻ ആവുന്നു, പിന്നീട് മെൽറ്റ് ആവുന്നു, പിന്നീട് ഫ്ലോ ചെയ്യുന്നു. ഇറ്റ് ഫ്ലോസ് ആസ് എൻ എക്സ്ട്രീംലി വിസ്കസ് ഫ്ലൂയിഡ്. അങ്ങനെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് മൗൾഡ് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും. ചില ടെമ്പറേച്ചറുകളിൽ അമോർഫസ് സോളിഡുകൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യും. വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി, അമോർഫസ് സോളിഡ്സ് എല്ലാം ഐസോട്രോപ്പിക് ആണ്. അതായത് അതിൻ്റെ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ സ്ട്രെങ്ത് ആയാലും ശരി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയാലും ശരി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയാലും ശരി, ഈസ് ഐഡൻറ്റിക്കൽ ഇൻ ഓൾ ഡയറക്ഷൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വളരെ വൈഡ് ആപ്ലിക്കേഷൻ അമോർഫസ് സോളിഡ്സിന് വരുന്നുണ്ട്. ഓക്കെ, നേരെ മറിച്ച് ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ അനൈസോട്രോപ്പിക് ആണ്, പ്രോപ്പർട്ടീസ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ ത്രൂ ഔട്ട്. ഇനി ഡെഫിനിറ്റ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഷോർട്ട് ടേബിൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കവർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രൈബിങ് അബൌട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്. അപ്പോൾ അടുത്ത സെക്ഷനിൽ നമുക്ക് ഈ ഡിഫറൻസും അതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലവും സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇനി ഡയറക്റ്റ് നെക്സ്റ്റ് വീഡിയോയിലേക്ക്, നെക്സ്റ്റ് ബട്ടൺ അടിച്ച് അടുത്ത വീഡിയോയിലേക്ക് ഈ പ്ലേലിസ്റ്റിൽ പോവാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കുക. ഗ്രൂപ്പിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാവുന്നത് എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.